ചായൊക്കെ തേടി എല്ലാവരും സഹായം കിട്ടിയില്ല. ഓനിതാ വരുന്ന പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും വരും അതാ കിട്ടും ഇവിടെ എത്തും എന്ന് അറിയിട്ടല്ലേ. ഇന്നത്തും കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ അഞ്ഞ് വരുമ്പോഴും ഇതേമാതിരി കേൾക്കണ്ടേ. അതിന് മുന്നിലായിട്ട് കുട്ടി ഒന്ന് എത്തിക്കാനുള്ള പരിഹാരങ്ങൾ ആരെങ്കിലും ഇതിനൊക്കെ ഉണ്ടാക്കി തരിക്കും. എന്നിട്ട് കുട്ടി നിൽക്കൊണ്ട് കാട്ടി തരി. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലേ. പ്രാർത്ഥിച്ചു നിന്ന് പോയി മോനെ പോയിട്ട് അവിടുന്ന് ഒരു നിങ്ങൾ വയറ്റിലും അപ്പോൾ മോൻ ഒന്നിലും ഇവിടെ എത്തി കാണാൻ 17-ാം തീയതി. അപ്പോൾ 17-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോൾ എത്രാം തീയതി മാസം 2 മാസം എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നീട്ടി കൊണ്ടുപോയി. ഇനി നീട്ടാതെ ഒന്ന് കാട്ടി തരുമോ അല്ലെങ്കിൽ ഇന്ന് അവിടെ കൊണ്ടിട്ട് കുട്ടി അങ്ങോട്ട് എത്തിച്ചു തരുമോ? എന്തോ ഉണ്ടാവുമല്ലോ അല്ലാതെ ഇങ്ങനെ. അപ്പോൾ ഈ ഉമ്മാനെ പരിചയപ്പെടാത്ത കേരളം എന്നല്ല ലോകം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയമാണ്. കാരണം അത്രയും ഒരു സമയത്ത് എല്ലാവരും വേദനയോടെ സങ്കടത്തോടെ നമ്മൾ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം തന്നെ പറയാം, അല്ലെങ്കിൽ പുറത്തും നമ്മൾ ഒരുപാട് പണം സ്വരൂപിച്ച് നമുക്ക് ആ ഒരു എമൗണ്ട് ആയിട്ടും ഇപ്പോഴും അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് വരാൻ ഇപ്പോഴും പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയും ഒരു പ്രായമുള്ളൊരു ഉമ്മ ഇത്രയും സങ്കടിച്ച് വേദനിച്ച് ഇത്രയും കാലം നിന്നിട്ടും ഉമ്മാക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു എമൗണ്ട് ആവുന്ന ഉമ്മാക്ക് വല്ല പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല തോന്നുന്നു. പക്ഷെ എങ്ങനെയും നമ്മൾ കേരളം അത്രയും കേരള ഇന്ത്യ മൊത്തം നിന്നിട്ട് അത്രയും ഒരു എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിട്ടും ഇപ്പോഴും റഹീമിന് പുറത്ത് എത്താനായില്ല. ഉമ്മാനെ കാണാൻ ഇപ്പോഴും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ആ ഉമ്മ ഇത്രയും കാലം ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും ഒരു അടിയിലാന്ന് നിൽക്കുന്ന സമയത്ത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ആ ഒരു എമൗണ്ട് സ്വരൂപിച്ചു കൊടുത്തിട്ടും ഇപ്പോഴും അബ്ദുൾ റഹീമിന് നാട്ടിലെത്താനോ ഒരു ഉമ്മയോ ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആ ഉമ്മാരുടെ ഒരു അവസ്ഥ അത് ഭയങ്കര അവസ്ഥയാണ്. ഉമ്മക്ക് ശരിക്കും പറയാൻ പോലും പറ്റുന്നില്ല, അത്രയും ഒരു അവസ്ഥയാണ്. കാരണം അത്രയും ഒരു ഏജായ ഒരു ഉമ്മയാണ്. അപ്പോൾ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഗൾഫിലേക്ക് പോയ സമയത്ത് കാണാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അത്രയും ഒരു ഏജ് ആകുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. അത് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. ഇത്രയും എന്താണ് ഇപ്പൊ ഇതിന്റെ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്താണ് ഇത്രയും ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടും റഹീമിന് എന്തുകൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നൊരു അതിനെ കുറിച്ച് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കാരണം നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാര് പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നു, കേസ് പിൻവലിക്കും പറഞ്ഞിരുന്നു, മാപ്പ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ടും ഇത്രയും സമയമായിട്ടും ഇപ്പോഴും നാട്ടിൽ എത്താനോ ഉമ്മയോ ഒന്ന് കാണാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. എന്താണ് പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ നാട്ടിലത്തെ കാര്യമല്ല, ഗൾഫിലത്തെ കാര്യമാണ്. ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു അത്ര കോടി കൊടുത്തു കഴിഞ്ഞാൽ അവര് പുറത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പോഴും റഹീം നാട്ടിലെത്തിയിട്ടില്ല. എന്താണ് അതിന്റെ അവസ്ഥ എന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് എത്തട്ടെ ഞാനൊന്ന് പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ആ ഉമ്മാന്റെ ആ കണ്ണുനീര് കാണുമ്പോൾ തന്നെ മനസ്സിന് ശരിക്കും നമുക്ക് ഭയങ്കര വേദന വരും. കാരണം ആ ഒരു അത്രയൊരു പ്രായമായ ഒരു മകന് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്യുമ്പോഴും ഇത്രയും കാലം കരഞ്ഞ് കരയാനൊന്നും ഉണ്ടാവില്ല. അത്രയും കരഞ്ഞു. കാരണം ഫസ്റ്റ് ഒന്നും ആ ഒരു എമൗണ്ട് അത്രയും കോടികള് അതൊന്നും പോലും ഉമ്മാക്ക് അറിയുന്നില്ലായിരുന്നു. പിന്നെ കേരളം മൊത്തം അല്ലെങ്കിൽ എല്ലാവരും ഇന്ത്യ മൊത്തം നിന്നിട്ട് ആ ഒരു എമൗണ്ട് സ്വരൂപിച്ച് കൊടുത്തിട്ട് പോലും ഇപ്പോഴും റഹീമിന് നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല. അതിന്റെ എന്താണ് പ്രശ്നം ഒന്നും അറിയില്ല. കാരണം ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നാട്ടിലെത്തേണ്ടതായിരുന്നു. പക്ഷെ അതിന്റെ എന്താണ് പ്രശ്നം അറിയില്ല. ഒരു പ്രാവശ്യം ഉമ്മ കാണാൻ പോയി എന്നിട്ട് കാണാൻ പറ്റുക പറഞ്ഞ സങ്കടത്തോടെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് റഹീം നാട്ടിലെത്തട്ടെ, പ്രശ്നമൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് റഹീം നാട്ടിലെത്തട്ടെ, ആ ഉമ്മാനെ കാണട്ടെ, നാട്ടില് വീട്ടുകാരൊപ്പം കഴിയട്ടെ എന്നൊരു ഒരു പ്രാർത്ഥന മാത്രമാണ്. എല്ലാവർക്കും നമ്മളിപ്പോ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും, നാട്ടിലേക്ക് വരാൻ എത്ര ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാം, റഹീമിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മള് ഏറ്റവും വേണ്ടത് ഒരു എമൗണ്ട് ആയിരുന്നു, കോടികളുള്ള വലിയൊരു എമൗണ്ട് ആയിരുന്നു. ആ എമൗണ്ട് നമ്മൾ എല്ലാവരും സ്വരൂപിച്ച് നമ്മൾ കൊടുത്തു. ഇനി ചെയ്യാനുള്ളത് എല്ലാവർക്കും പ്രാർത്ഥിക്കുക മാത്രമാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, റഹീം എത്രയും നാട്ടിലെത്താനും ആ ഉമ്മയുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ആ ഉമ്മക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത മോനെ കാണാനും, മോൻ വരുന്നവരെ റഹീം വരുന്നവരെ കാണാനുള്ളൊരു ആയുസ് പടച്ചം കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാം. അതുപോലെ എല്ലാവരും പ്രാർത്ഥിക്കുക.
ഒരു പ്രശ്നങ്ങളില്ലാതെ എത്രയും പെട്ടെന്ന് റഹീം നാട്ടിൽ കേസൊക്കെ സോൾവ് ചെയ്ത് എത്രയും പെട്ടെന്ന് റഹീം നാട്ടിലെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ആ ഉമ്മയ്ക്ക് അതുവരെ എല്ലാവരും ആയുസ്സും ഒരു ആരോഗ്യം കൊടുക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞങ്ങളൊരു വീഡിയോ ചെയ്താണ്. അപ്പോൾ കാരണം നമുക്കും അറിയാലോ നമ്മളെ അവസ്ഥ, നമുക്ക് ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ വേദന അറിയുള്ളൂ. ബാക്കികൾക്കും അറിയായിരിക്കും, പക്ഷെ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന നന്നായിട്ട് അറിയാം. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം. റഹീമിന്റെ ഉമ്മക്ക് ഒരു ആരോഗ്യത്തോടെ നിൽക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ റഹീമും എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ.